ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 4ാം ട്വന്റി മത്സരത്തിലും തകർപ്പൻ സെഞ്ചുറി തന്നെയാണ് സഞ്ജു സാംസൺ കാഴ്ചവെച്ചത്. മത്സരത്തിൽ 51 പന്തിൽ നിന്നായിരുന്നു സഞ്ജുവിന്റെ ഈ വെടിക്കെട്ട് സെഞ്ചുറി പിറന്നത്. ഈ സെഞ്ചുറിയോടെ ഒരുപാട് റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ മലയാളി താരം സഞ്ജു സാംസണും സാധിച്ചു. ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവുമധികം ട്വന്റി സെഞ്ചുറികൾ സ്വന്തമാക്കുന്ന താരമെന്ന റെക്കോർഡാണ് ഇപ്പോൾ ഈ മത്സരത്തിൽ സഞ്ജു സ്വന്തമാക്കിയത്. 2024 ഇതുവരെ 3 അന്താരാഷ്ട്ര ട്വന്റി സെഞ്ചുറികളാണ് സഞ്ജു സ്വന്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല 20 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യക്കായി ഏറ്റവും തവണ 50ലധികം റൺസ് സ്വന്തമാക്കുന്ന താരമെന്ന റെക്കോർഡും സഞ്ജു തന്റെ പേരിൽ ചേർക്കുകയുണ്ടായി. മാത്രമല്ല ഇന്ത്യൻ ടീമിന്റെ ഒരു ട്വന്റി മത്സരത്തിലെ ഏറ്റവും ഉയർന്ന 2ാമത്തെ സ്കോറാണ് സഞ്ജുവും തിലക് വർമ്മയും ചേർന്ന് സ്വന്തമാക്കിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ ട്വന്റിയിലെ ഏറ്റവും ഉയർന്ന സ്കോർ കൂടിയാണ് ഇന്നലത്തെ മത്സരത്തിൽ കണ്ടത്. 2ാം വിക്കറ്റിൽ ഒരു റെക്കോർഡ് കൂട്ടുകെട്ടാണ് സഞ്ജുവും തിലക് വർമ്മയും ചേർന്ന് കെട്ടിപ്പടുത്തത്. ഇരുവരും 86 പന്തിൽ നിന്നും 210 റൺസാണ് ഇന്ത്യക്ക് വേണ്ടി സ്വന്തമാക്കിയത്. ഒരു ട്വന്റി മത്സരത്തിലെ ഏത് വിക്കറ്റിലെയും ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് മത്സരത്തിൽ കെട്ടിപ്പടുത്തത്. മാത്രമല്ല ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഒരു ടീമിന്റെ ഏറ്റവും ഉയർന്ന സ്കോറാണ് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ നേടിയത്. 2 ഫുൾ മെമ്പർ ടീമുകൾ തമ്മിലുള്ള ട്വന്റി മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ സ്വന്തമാക്കിയ ടീമായി ഇന്ത്യ മാറുകയും ചെയ്തു. മത്സരത്തിൽ 23 സിക്സറുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. മുമ്പ് ഇന്ത്യയുടെ തന്നെ പേരിലായിരുന്നു ഈ റെക്കോർഡ്. ഈ വർഷം തന്നെ ഹൈദരാബാദിൽ വെച്ച് നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ 22 സിക്സറുകൾ ഒരു ഇന്നിംഗ്സിൽ സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ഈ റെക്കോർഡാണ് ഈ മത്സരത്തോടു കൂടി ഇന്ത്യ തിരുത്തിയത്. ഇത്തരത്തിൽ ഒരുപാട് റെക്കോർഡുകളാണ് സഞ്ജുവും തിലക് വർമ്മയും ചേർന്ന് മത്സരത്തിൽ തകർത്തെറിഞ്ഞത്. മത്സരത്തിൽ 47 പന്തിൽ 120 റൺസാണ് തിലക് വർമ്മ സ്വന്തമാക്കിയത്. 9 4ഉം 10 6ഉമാണ് തിലക് വർമ്മയുടെ ഇന്നിംഗ്സ്. സഞ്ജു സാംസൺ ആകട്ടെ 56 പന്തിൽ നിന്നും 6 ബൗണ്ടറികളും 9 സിക്സറും അടക്കം 109 റൺസും നേടി. ഇന്ത്യ നിശ്ചിത ഓവറിൽ 283 റൺസാണ് നേടിയത്. മത്സരത്തിൽ 135 റൺസിന്റെ പരാജയമാണ് സൗത്ത് ആഫ്രിക്ക ഏറ്റുവാങ്ങിയത്.